സുന്ദരിയായ ക്ലിയോപാട്രയ്ക്ക് ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യമുണ്ടായിരുന്നു. പച്ച ഐഷാഡോ, കറുത്ത ഐലൈനർ, ചുവന്ന ലിപ്സ്റ്റിക് എന്നിവയൊക്കെയാണ് അവർ അക്കാലത്ത് സൗന്ദര്യത്തിന് പുതിയ മാനം കൊണ്ടുവന്നിരുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എങ്ങനെയാണ് അന്നത്തെ കാലത്ത് അവർ ഇത്ര സുന്ദരിയായി ഒരുങ്ങിയതെന്നും എന്ത് മേക്കപ്പ് പ്രൊഡക്റ്റുകളാണ് അവർ ഉപയോഗിച്ചിരുന്നതെന്നും ഒക്കെ? ഈജിപ്തുകാരനാണ് ആദ്യമായി മേക്കപ്പ് കണ്ടുപിടിച്ചത്. അവരുടെ ചില സാങ്കേതിക വിദ്യകളും മറ്റും ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന രീതിയുമായി സാമ്യമുള്ളതാണ്. മേക്കപ്പിന്റെ ഷെൽഫ് ലൈഫ് ആയുസ് ഏതാനും മാസങ്ങളോ വർഷങ്ങളോ ആയിരിക്കുമല്ലോ. ആ രീതിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പിന്തുടർന്നവരാണ് ഈജിപ്തുകാർ. സമ്പന്നരായ ഈജിപ്തുകാർ അവരുടെ ചർമ്മം സംരക്ഷിക്കാനായി പല കാര്യങ്ങളും ചെയ്തിരുന്നു. ചർമ്മം വൃത്തിയാക്കാൻ ഉപ്പ്, ചർമ്മത്തിന് ഈർപ്പം നൽകാനും പോഷിപ്പിക്കാനും ഫേസ് മാസ്കുകൾ, പാലും തേനും ചേർത്തുള്ള കുളി, അനാവശ്യമായ രോഗങ്ങൾ നീക്കം ചെയ്യാൻ ഷുഗറിംഗ് ടെക്നിക്, ഇതൊക്കെ കാലങ്ങൾക്ക് മുൻപേ അവർ ഉപയോഗിച്ചിരുന്നു. പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ പച്ച ഐഷാഡോ, ചുവന്ന ലിപ്സ്റ്റിക് എന്നിവയ്ക്ക് സമാനമായിരുന്നു. മലാക്കൈഡ് എന്ന പച്ച ധാതു മൃഗക്കൊഴുപ്പുമായി കലർത്തിയാണ് ഐഷാഡോ നിർമ്മിച്ചത്. ഐഷാഡോയ്ക്ക് ശേഷം പിന്നീട് ഉപയോഗിച്ചത് ഐലൈനർ ആയിരുന്നു. ആധുനിക കാലത്തെ പോലെ കണ്ണുകളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ കോൾ എന്നറിയപ്പെടുന്ന ഐലൈനർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ മൃഗക്കൊഴുപ്പുമായി കളിമൺ പിഗ്മെന്റ് കലർത്തി ചുവന്ന ലിപ്സ്റ്റിക് ഉണ്ടാക്കി. ഈ ലിപ്സ്റ്റിക് കവിളിൽ ബ്ലഷായും പുരട്ടിയിരുന്നു. ഈജിപ്ഷ്യൻ ശവകുടീരങ്ങളിൽ നിന്ന് ചില മേക്കപ്പ് ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മേക്കപ്പ് ആത്മീയ വിശ്വാസവുമായി ബന്ധപ്പെട്ടിരുന്നതായും ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു. ബ്രഷുകൾ, സ്പൂണുകൾ തുടങ്ങിയവ വിവിധ മേക്കപ്പ് ഉപകരണങ്ങളിൽ വിശുദ്ധ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പുരാതന ഗ്രീക്കുകാർ ഈജിപ്തുകാരുടെ ചില ആശയങ്ങൾ സ്വീകരിച്ചിരുന്നു. മേക്കപ്പിനോട് അവർക്ക് വളരെയധികം താല്പര്യവുമായിരുന്നു. കോസ്മെറ്റിക്ക എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കോസ്മെറ്റിക് എന്ന വാക്കുണ്ടായത്. പുരാതന ഗ്രീക്കുകാർ ഇളം നിറമുള്ള ചർമ്മമാണ് സൗന്ദര്യമെന്ന് കരുതി ചർമ്മത്തിന്റെ നിറത്തിന് വൈറ്റ്നറുകൾ ഉപയോഗിച്ചിരുന്നു. സ്ത്രീകൾ ചോക്കും വെളുത്ത ലെഡും ചർമ്മത്തിൽ പുരട്ടാൻ ഉപയോഗിച്ചു. പക്ഷെ പലപ്പോഴും ഇവ വിഷവസ്തുക്കൾ ആയതുകൊണ്ട് തന്നെ ചർമ്മത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈജിപ്തുകാരെ പോലെ തന്നെ കണ്ണുകൾ സുന്ദരമാക്കാൻ അവർ ഐലൈനറുകളും ഉപയോഗിച്ചിരുന്നു. ഒലീവ് ഓയിലും കരിയും ഉപയോഗിച്ച് നിർമ്മിച്ച ഉൽപ്പന്നമാണ് അവർ കണ്ണിന്റെ ഭംഗിക്കായി ഉപയോഗിച്ചത്.